ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സാണ്. ഇതിനകത്തൊരു 30ഓളം ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ കഴിഞ്ഞ ക്ലാസ് ചെയ്തതിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ തന്നെയാണ് കൂടുതലും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? സംസാരിക്കുന്നത് ക്ലിയർ ആണോ? നൈസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് MS വേർഡിൻ്റെയും MS എക്സലിൻ്റെയും കുറേ അധികം ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്തത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ ചിലതൊക്കെ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി എന്നോണമുള്ളതാണ്. അപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ മുമ്പുള്ളതും കൂടെ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. If alternate rows of a table are to be shared in different colors in a Word document, which of the following option will be used? അതായത് ഒരു എക്സൽ ഷീറ്റിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് നമുക്കറിയാം ഹൊറിസോണ്ടലായിട്ട് വരുന്നത് ഹൊറിസോണ്ടലി വരുന്നത് ഇങ്ങനെ വരുന്നത് റോകളായിരിക്കും, വെർട്ടിക്കലി വരുന്നത് കോളങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വേർഡ് ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ഓൾട്ടർനേറ്റ് കളർ കോമ്പിനേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദ്യം. അതായത് ഇതിന് മൊത്തം ഒരു കളറ്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് കളർ കോമ്പിനേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതെന്നാണ് ചോദ്യം. 4 ഓപ്ഷനുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് റോ, ബാൻഡഡ് റോ, കളർ റോ, സ്പ്ലിറ്റ് റോ. ആൻസർ ചെയ്യാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ആൻസർ ചെയ്യാം. അപ്പോൾ ശരിക്കും ഇത് വേർഡിനകത്തല്ല വരുന്നത്, എക്സലിനകത്താണ് വരുന്നത്. എക്സലിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് റോ എന്നും സ്പ്ലിറ്റ് റോ എന്നൊരു സംവിധാനം എക്സലിൽ ശരിക്കും ഇല്ല. പിന്നെ വരുന്നത് കളർ റോയും ബാൻഡഡ് റോയാണ്. നമുക്ക് വരുന്ന ആൻസർ വരുന്നത് ബാൻഡഡ് റോ ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് കളർ കോമ്പിനേഷൻ കൊടുക്കാൻ ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലുകളിൽ ഓൾട്ടർനേറ്റീവായിട്ട് കളർ കോമ്പിനേഷൻ കൊടുക്കാൻ, കളേഴ്സ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബാൻഡഡ് റോ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൂൾ ഇൻ മൈക്രോസോഫ്റ്റ് ഹെൽപ്പ് ഇൻ വ്യൂവിങ് സിനോണിംസ് ഫോർ എ ഗിവൺ വേർഡ്? അതായത് ഒരു വേർഡിൻ്റെ മീനിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ ഏതെന്നാണ്, MS വേർഡിൽ ഉപയോഗിക്കുന്ന ടൂള് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തിസോറസ്, ഓപ്ഷൻ ബി ട്രാൻസ്ലേറ്റ്, ഓപ്ഷൻ സി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ഓപ്ഷൻ ഡി ഡിക്ഷണറി. അറിയാം, ആൻസർ തിസോറസ് ആണ്. അതായത് സിനോണിംസും അതുപോലെ തന്നെ ആൻറ്റോണിംസും. ആൻറ്റോണിംസ് എന്ന് പറയാൻ നമുക്കറിയാം ഓപ്പോസിറ്റ്, ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റും അതിൻ്റെ മീനിങ്സും ഒക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് തിസോറസ് എന്ന് പറയും. ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ മറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളായിരിക്കും. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ ആ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വേർഡ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കാം, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ യൂസ് ചെയ്യുക. അതുപോലെ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മീനിങ്ങുകൾ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും, തിസോറസ് ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the context of Microsoft Excel, please see the contents in the following cells. The formula in cell A3 is A1 star $A $2. The formula is copied from A3 to cell B3. What will be the displayed value in the cell B3? അതായത് ഒരു എക്സൽ ഷീറ്റിൻ്റെ ഒരു പാർട്ടാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാം ഹൊറിസോണ്ടലി പോകുന്ന റോകളായിരിക്കും. ആ റോയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 1ഉം 2ഉം ഉണ്ട്. വെർട്ടിക്കലി വരുന്നത് കോളങ്ങളായിരിക്കും. കോളങ്ങൾ എയും ബിയും ഉണ്ട്. അതിനകത്ത് 2 വാല്യൂസ് ഉണ്ട്, 4 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എക്കകത്ത് 2 വാല്യൂ, ബിക്കകത്ത് 2 വാല്യൂ. എക്കകത്തുള്ള വാല്യൂ 4ഉം 5ഉം ആണ്, ബിക്കകത്തുള്ള വാല്യൂ 6ഉം 8ഉം ആയിരിക്കും. ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദ്യം.
ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതൊരു എക്സൽ ഷീറ്റാണ്. ഇതിൻ്റെ ഹൊറിസോണ്ടലി വരുന്ന വാല്യൂസ് 1 2 3 4 വാല്യൂസ് ആയിരിക്കും വരിക. വെർട്ടിക്കലി വരുന്ന വാല്യൂസ് ABCD ആയിരിക്കും. കോളങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫബറ്റുകൾ വെച്ചിട്ടായിരിക്കും. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് സെല്ലെന്ന് പറയും. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് സെല്ലിനകത്ത് ഒന്നാമത്തെ സെല്ലിനകത്ത് ഉള്ള വാല്യൂ 4ഉം രണ്ടാമത്തെ സെല്ലിൽ അതായത് A2 സെല്ലിൻ്റെ പേര് കൊടുക്കുന്നത് അതിൻ്റെ കോളം റോ കോമ്പിനേഷൻ വെച്ചിട്ടായിരിക്കും പേര് കൊടുക്കുക. റോ കോളം കോമ്പിനേഷനിലാണ് പേര് കൊടുക്കുക. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ ഈ ഒരു സെല്ലെന്ന് പറയുന്നത് A1 ആയിരിക്കും. A1നകത്ത് 4 ഉണ്ട്. അതുപോലെ A2നകത്തുള്ള വാല്യൂ 5 ആണ്. A2നകത്തുള്ള വാല്യൂ 5 ആണ്. B1നകത്ത് 6 ഉണ്ട്. B2നകത്ത് 8 ഉണ്ട്. ഞാനിവിടെ ഒരു ഫോർമുല എഴുതി വച്ചിരിക്കുകയാണ്. ഈസിക്കൽ ടു A1 സ്റ്റാർ $A$2. അതായത് A1നകത്തുള്ള വാല്യൂ A2നകത്തുള്ള വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു A3യിൽ വരുന്ന ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെല്ലിനകത്ത് വരുന്ന A3 എന്ന സെല്ലിനകത്ത് വരുന്ന വാല്യൂ A1ഉം A2ഉം കൂടെ മൾട്ടിപ്ലൈ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സെൽ റെഫറൻസ് 3 തരത്തിലുണ്ടായിരിക്കും. ഓക്കെ, സെൽ റെഫറൻസ് 3 തരത്തിലുണ്ടായിരിക്കും. റിലേറ്റീവ് സെൽ റെഫറൻസ് ഉണ്ട്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ഉണ്ട്, അതുപോലെ മിക്സഡും ഉണ്ടായിരിക്കും. റിലേറ്റീവ് സെൽ റെഫറൻസ്, അബ്സല്യൂട്ട് സെൽ റെഫറൻസ്, മിക്സഡ് സെൽ റെഫറൻസ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കോളം റോ കോമ്പിനേഷനിൽ ഡേറ്റ റെപ്ലസ് ചെയ്യുക. B1 B5 അല്ലെങ്കിൽ BC7 ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വിളിക്കാം? അത് റിലേറ്റീവ് സെൽ റെഫറൻസ് ആയിരിക്കും. അപ്പോൾ റിലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ആ ഒരു ഫോർമുല കോപ്പി ചെയ്താൽ ഇതിന് റിലേറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സാധാരണ ചേഞ്ചസ് ഉണ്ടാവും. ഇനി അബ്സല്യൂട്ട് ആണെങ്കിൽ അവിടെ $A$2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ $A എന്ന് പറയാം. A എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോളമാണ്, 2 എന്ന് പറഞ്ഞാൽ റോ നമ്പറാണ്. അപ്പോൾ ഇത് രണ്ടിടത്തും ഡോളർ സിമ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ആ ഡേറ്റ ചേഞ്ച് ചെയ്യുന്നില്ല. മിക്സഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ അവിടെ A ചേഞ്ച് ചെയ്യും, പക്ഷേ എന്ത് ചെയ്യത്തില്ല? റോ ചേഞ്ച് ചെയ്യത്തില്ല. ചില കേസിൽ കോളം ചേഞ്ച് ചെയ്യും, കോളം ചേഞ്ച് ചെയ്യത്തില്ല, റോ ചേഞ്ച് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നു കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കാം? മിക്സഡ് എന്ന് വിളിക്കാം. അപ്പോൾ 3 തരത്തിലാണ് സെൽ റെഫറൻസ് വരിക. റിലേറ്റീവ് ഉണ്ടാവും, അബ്സല്യൂട്ട് ഉണ്ടാവും, അതുപോലെ മിക്സഡ് സെൽ റെഫറൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമുല A1 സ്റ്റാർ $A$2 എന്നാണ്. അപ്പോൾ ഇത് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്, ഇതെന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആയിരിക്കും. നമ്മൾ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, ഇത് B3യിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ A1 മാറി എന്താവും? B1 ആകും. പക്ഷേ ഇതിന് ചേഞ്ചസ് ഉണ്ടാവുമോ? ഇതിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ തന്നെ വരിക? $A$2 എന്ന് വരും. അപ്പോൾ B1നകത്തുള്ള വാല്യൂ നമുക്കറിയാം എത്രയാണ്? B1ൽ വാല്യൂ 6 ആണ്. ഇൻറ്റു $A$2നകത്ത് വരുന്ന ഡേറ്റ 5 ആണ്. A2നകത്ത് വരുന്ന ഡേറ്റ 5 ആണ്. 6 × 5 ആൻസർ 30 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ഓപ്ഷൻ A അല്ല, ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയോ? അത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയണേ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ സെൽ റെഫറൻസ് ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ട് പോയതാണ്. സെൽ റെഫറൻസ് 3 തരത്തിലാണ് വരിക. റിലേറ്റീവ് സെൽ റെഫറൻസ് ഉണ്ടാവും, അബ്സല്യൂട്ട് ഉണ്ടാവും, മിക്സഡ് ഉണ്ടാവും. റിലേറ്റീവ് ആണെങ്കിൽ അത് റിലേറ്റീവായിട്ട് ആ ചേഞ്ചസ് ഉണ്ടാവും, റിലേറ്റീവായിട്ട് ചേഞ്ച് ചെയ്യും. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനൊരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല. മിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അത് 2 രീതിയിൽ എഴുതാം. ഒന്നുകിൽ നമുക്ക് റോയെ ഫിക്സഡ് ആക്കി എഴുതാം, അതല്ലെങ്കിൽ കോളത്തെ ഫിക്സഡ് ആക്കി എഴുതാം. 2 രീതിയിലും അത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ്
In MS Excel, if an user enters the formula equal to char of 65 in a cell, what will be the output? ഒരു സെല്ലിനകത്ത് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക, അതായത് നമ്മുടെ ഫോമുല എഴുതുകയാണ് ഈക്വൽ ടു ക്യാർ ഓഫ് 65 എന്ന് കൊടുത്താൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഒരു നോർമൽ MS Excel ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹൊറിസോണ്ടലി വരുന്നത് ഇങ്ങനെ വരുന്നത് റോ ആയിരിക്കും, വെർട്ടിക്കലി വരുന്നത് കോളങ്ങളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു സെല്ലെന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷനെ, ഈ ഒരു റോ കോളം കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് സെല്ലെന്ന് പറയുക. ഈ സെല്ലിന് പേര് കൊടുക്കാൻ നമുക്ക് 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സെൽ റെഫറൻസ് എന്ന് പറയും. ഒന്നാമത്തത് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറയും. രണ്ടാമത്തത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയും. മൂന്നാമത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനെ മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയും. അപ്പോൾ 3 രീതിയിലാണ് സെല്ല് റെഫറൻസ് ചെയ്യുക. അപ്പോൾ സെൽ റെഫറൻസിൻ്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് വരുന്നത് ആദ്യം കൊടുക്കേണ്ടത് അതിൻ്റെ കോളത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ വരുന്നത് C എന്ന് വരും. പിന്നെ അതിന് നേരെയുള്ള റോയുടെ പേര് കൊടുക്കുക 3 എന്ന് വരും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെല്ലിനെ അറിയപ്പെടുന്നത് C3 എന്നായിരിക്കും. മനസ്സിലായോ? അത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ലിനെ അറിയപ്പെടുന്നത് C3 എന്നായിരിക്കും. നമ്മളൊരു ഫോമുല ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ ചെയ്തിരിക്കുന്നത് A3 എന്ന സെല്ലിനകത്താണ് ഈക്വൽ ടു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ, ഈക്വൽ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഫോമുല ആയിരിക്കും. അവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ A1 കണ്ടൻറ്റ് ഇൻറ്റു A2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഓർത്ത് വെച്ചു. റിലേറ്റീവ് സെൽ റെഫറൻസ് വരുന്നത് കോളം റോ കോമ്പിനേഷനിലായിരിക്കും റിലേറ്റീവ് സെൽ റെഫറൻസ് വരിക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A2, ഇതിൻ്റെ മീനിങ് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ലിൽ കൊണ്ട് ഒരു ഡേറ്റ പ്ലേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫോമുല പ്ലേസ് ചെയ്തിട്ട് അത് മറ്റിടത്തോട്ട് കോപ്പി ചെയ്താൽ ഈ A2-ന് അനുസരിച്ച് അത് എങ്ങോട്ടാണോ കോപ്പി ചെയ്യുന്നത് ആ ഡേറ്റയ്ക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സാധനം ഇപ്പോൾ നോർമലി ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു A1 സ്റ്റാർ A2 എന്നാണ് കൊടുത്തിരിക്കുന്നത് എഴുതാം. ഞാനിവിടെ കൊണ്ടുവന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി A1-നകത്തുള്ള കണ്ടൻറ്റ് 4 ആണ്. 4 × 5 എന്ന് വരും. എനിക്ക് ആൻസർ ഇവിടെ കിട്ടുന്നത് എത്ര ആയിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 20 ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സെൽ റെഫറൻസിന് മാറ്റം ഉണ്ടാവും. ഞാനത് എങ്ങോട്ടാണോ മാറ്റുന്നത്, B എന്ന കോളത്തിലേക്കാണ്, ഇങ്ങോട്ടാണ്, ഈ ഒരു പൊസിഷനിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അവിടെ അത് ഓട്ടോമാറ്റിക്കലി B1 × B2 എന്നായിരിക്കും. ഇനി ഞാനത് ഇങ്ങോട്ടാണ് മാറ്റുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? C1 × C2 എന്നാവും. നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ആ പർട്ടിക്കുലർ സെല്ലിനെ റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ സെൽ റെഫറൻസിനും മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ B എന്ന കോളത്തിനകത്താണ് ഞാൻ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ B1 × B2 ആവും. ഇവിടെ A1 × A2 കൊടുത്തതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പം B1 × B2 ആവും. ഇത് തൊട്ടപ്പുറത്തെ സെല്ലാണ് കൊടുക്കുന്നത്, C എന്ന കോളത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ C1 × C2 എന്നായിരിക്കും. ഇനി ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് വരും? D1 × D2 എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, അത് നോർമൽ കേസാണ്. റിലേറ്റീവ് സെൽ റെഫറൻസ് ആണെങ്കിൽ, അതായത് B1 × B2 എന്നോ A1 × A2 എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക. ഇനി വേറൊരു കേസ്, അത് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ആ കൊടുത്തിരിക്കുന്ന അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണെങ്കിൽ, അതായത് ഈക്വൽ ടു സിമ്പിൾ, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഡോളർ സിമ്പിൾ വരും, A വരും, വീണ്ടും ഡോളർ സിമ്പിൾ 1 × ഡോളർ സിമ്പിൾ A, ഡോളർ സിമ്പിൾ 2 എന്നാണ് കൊടുത്തിരിക്കുക.
അപ്പോൾ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള കണ്ടൻറ്റുകൾ ചേഞ്ച് ചെയ്യാതിരിക്കാനായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ബിയിലോട്ട് മാറ്റിയാലും സിയിലോട്ട് മാറ്റിയാലും ഡിയിലോട്ട് മാറ്റിയാലും അതിനെ റിലേറ്റീവായിട്ട് ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല. ഞാൻ ഇവിടെ കൊണ്ടുവച്ചാലും അത് $A1 ഇൻറ്റു $A2 എന്ന് തന്നെ ആയിരിക്കും. അപ്പുറത്ത് കൊണ്ട് വെച്ചാലും എനിക്ക് സിക്കകത്ത് കൊണ്ട് വെച്ചാലും കിട്ടുന്നത് ഇതേ ഫോർമുല തന്നെ ആയിരിക്കും. ഫോർമുലയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്ത് വന്നുള്ള കേസാണ്. ഇത് മിക്സ് ചെയ്താണ് വരുന്നതെങ്കിൽ രണ്ട് ഇതുപോലെ A1 സ്റ്റാർ $A$2 എന്ന് പറഞ്ഞാൽ A1 നമ്മൾ സാധാരണ രീതിയിലുള്ള റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. $A$2 എന്ന് പറഞ്ഞാൽ അവിടെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണ് യൂസ് ചെയ്യുക. അബ്സല്യൂട്ട് ആണെങ്കിൽ അത് ഫിക്സഡ് ആയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ A2ലെ കണ്ടൻറ്റ് $A$2 എന്ന് പറഞ്ഞാൽ അത് നോർമലി A2 ആണ്. A2ലെ കണ്ടൻറ്റ് 5 ആയിരിക്കും. ആ 5 ഇൻറ്റു A1 എന്നാണ്. മനസ്സിലായി? A1 എന്ന് പറഞ്ഞാൽ എത്ര? 4 ആണ്. A2നകത്തുള്ള വാല്യൂ 5 ആണ്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇനി ഞാൻ ഈ ഒരു ഫോർമുല ഇങ്ങോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ഇവിടെ എന്തായിരിക്കും വരിക? B1 A1 മാറി B1 ആവും. പക്ഷേ ഇതിന് യാതൊരു മാറ്റവും ഉണ്ടായിരിക്കത്തില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും വരിക. $A$2 എന്നായിരിക്കും. നമുക്കറിയാം B1നകത്തുള്ള വാല്യൂ 6 ആണ്. അപ്പോൾ 6 വരും. 6 ഇൻറ്റു A2നകത്തുള്ള വാല്യൂ 5 ആണ്. 6 ഇൻറ്റു 5 ആൻസർ കിട്ടുന്ന എത്ര ആയിരിക്കും? 30 ആയിരിക്കും വരിക. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ടു CR(65) കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്നാണ്. നമുക്ക് അതിനു മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധയിലിരിക്കുക. നമ്മൾ കമ്പ്യൂട്ടറിൽ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്റ്റുകളെയും ഫിഗേഴ്സിനെയും വിളിക്കുന്ന പേരാണ് ഡേറ്റ എന്ന് പറയും. അതിനകത്ത് റോ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ആൽഫബറ്റുകളായിരിക്കും. അതുപോലെ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ റെപ്രസെൻറ്റേഷൻ സമയത്ത് സാധാരണ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫബറ്റുകളായും അതല്ലെങ്കിൽ നമ്പേഴ്സായിട്ടായിരിക്കും ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുക. ആൽഫബറ്റുകളായിട്ടും നമ്പേഴ്സുകളായിട്ടായിരിക്കും ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് തന്നെ ആൽഫബറ്റുകൾ എന്ന് പറയാൻ നമുക്കറിയാം A to Z ആൽഫബറ്റുകളാണ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുക. ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന A to Z ആൽഫബറ്റുകളായിരിക്കും. A to Z ആൽഫബറ്റുകളായിരിക്കും യൂസ് ചെയ്യുക. അത് തന്നെ നമുക്ക് അപ്പർ കേസിലും ഉപയോഗിക്കാം, ലോവർ കേസിലും ഉപയോഗിക്കാം. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കുക, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ആകെ മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആയിരിക്കും. ബൈനറി ലാംഗ്വേജ് ആണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മനസ്സിലാവുന്നത്. വേറൊരു ലാംഗ്വേജും കമ്പ്യൂട്ടർ മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷോ മറ്റ് ലാംഗ്വേജുകളോ മലയാളം പോലുള്ള ലാംഗ്വേജുകളോ ഇംഗ്ലീഷൊക്കെ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മനസ്സിലാകത്തില്ല. അതായത് കമ്പ്യൂട്ടറിൻ്റെ മൈക്രോ പ്രോസസ്സറിന് ഈ ലാംഗ്വേജ് മനസ്സിലാകത്തില്ല. അതിനാകെ മനസ്സിലാവുന്ന ലാംഗ്വേജാണ് ബൈനറി ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് മെഷീൻ ലാംഗ്വേജ് എന്ന് വിളിക്കും. അവിടെ പൊതുവെ യൂസ് ചെയ്യുന്നത് 0ഉം 1ഉം പോലുള്ള സിമ്പിളുകളായിരിക്കും ഉപയോഗിക്കുക. മനസ്സിലായോ? 0ഉം 1ഉം പോലുള്ള സിമ്പിളുകളായിരിക്കും ഉപയോഗിക്കുക. ഇനി നമ്മളൊരു സിസ്റ്റത്തിൽ A എന്ന കീ പ്രസ് ചെയ്യുകയാണെന്ന് കരുതുക. കീബോർഡിനകത്തുള്ള A എന്ന കീ പ്രസ് ചെയ്താൽ ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി ക്യാരക്ടറാണ്, ആസ്കി നമ്പറാണ് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കീബോർഡിനകത്തുള്ള A എന്ന കീ ഞാൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ A ആണെങ്കിൽ ആ A എന്ന ക്യാപിറ്റൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി ക്യാരക്ടർ, ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക, എക്സാമിന് ചോദിക്കാം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ ഇതാണ് ആസ്കി എന്ന് പറയുന്നത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അപ്പോൾ ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ആസ്കി അനുസരിച്ച് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്
65 ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 66 ആയിരിക്കും, ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് 67 ആയിരിക്കും. അങ്ങനെ എവിടം വരെ വരാം? ഇസഡ് വരെ വരാം. ഇത് ഒന്ന് വീതം കൂട്ടി എഴുതിയാൽ എന്ത് കിട്ടും? ഇസഡിൻ്റെ വാല്യൂ കിട്ടും. ലൈക്ക് സ്മോൾ ലെറ്റർ എ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 97 ആയിരിക്കും. അപ്പോൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ 98 ആണ്, സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ 99 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 65 ആണ്, സ്മോൾ എ എന്ന് പറയുന്നത് 97 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം പറയുന്നതാണ് ഈക്വൽ ടു ക്യാർ ഓഫ് 65 എന്ന് പറഞ്ഞാൽ 65ലെ ക്യാരക്ടർ ഏതാണെന്നാണ്. അതായത് 65 വരുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ ആണ് 65 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഓപ്ഷൻ ബി ക്യാപിറ്റൽ എ ആയിരിക്കും. ഇനി ഇവിടെ 97 ആണ് കൊടുക്കുന്നതെങ്കിൽ ആൻസർ എന്ത് വരും? സ്മോൾ ലെറ്റർ എ വരും. ഓക്കെ, ആൻസർ കിട്ടിയോ? അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 65 ആണ്, സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് 97 ആയിരിക്കും. ഓക്കെ, അതുപോലെ ആസ്കിയുടെ ഫുൾ ഫോം കൂടെ നോട്ട് ചെയ്യുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the default alignment of numerical values entered into cells in an MS Excel 2010 വർക്ക്ഷീറ്റ്? അതായത് ഒരു MS Excel വർക്ക്ഷീറ്റിലെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഏത് പൊസിഷനകത്ത് വരുമെന്നാണ് ചോദ്യം. ഇതൊരു സെല്ലായിരിക്കാം, ഇതൊരു വർക്ക്ഷീറ്റാണെന്ന് കരുതുക. ഇതിനകത്തുള്ള സെല്ലുകളാണ്. ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെല്ലിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, ഒരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം നമ്മളൊരു ഡേറ്റ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ടെക്സ്റ്റ് ഡേറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ അത് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഓൾവേസ് വരുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് വരുന്നത് റൈറ്റ് ആണ്. ആൻസർ ദ റൈറ്റ് ആൻസർ ഈസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ടെക്സ്റ്റ് ഡേറ്റയാണ് വരുന്നതെങ്കിൽ ആൽഫബറ്റോ പേരോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങോ ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നത് ലെഫ്റ്റിലായിരിക്കും. അതുപോലെ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ന്യൂമറിക്കൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വരുന്നത് റൈറ്റിലായിരിക്കും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇതെല്ലാം ടെക്സ്റ്റ് ആണെങ്കിൽ അത് ലെഫ്റ്റിലായിരിക്കും, നമ്പർ ആണെങ്കിൽ റൈറ്റിലായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a valid domain name of an email address? Which is the valid domain name of an email address? Okay. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു ഇമെയിലിൻ്റെ സ്ട്രക്ചർ നോക്കാം. അതറിയാം, ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിലാണ്. ഇൻ്റർനെറ്റ് വഴി മെസ്സേജസ്, ഡിജിറ്റൽ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലിൻ്റെ കമ്പോണൻറ്റുകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയാണ്. അതിനെ മെസ്സേജ് റെസിപ്റ്റ് ചെയ്യാനായിട്ട് 3 കമ്പോണൻ്റാണ് വരിക. 2 ഉണ്ടാവും, CC ഉണ്ടാവും, BCC ഉണ്ടാവും. 2 എന്ന് പറഞ്ഞാൽ പ്രൈമറി റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് 2 എന്ന് പറയുന്നത്. CC അല്ലെങ്കിൽ കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി റെസിപ്പിയൻ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് CC അല്ലെങ്കിൽ കാർബൺ കോപ്പി. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ടെർഷ്യറി റെസിപ്പിയൻ്റ് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാൻ, പ്രയോറിറ്റി തീരെ കുറഞ്ഞ ആളുകളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് BCC എന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. ഇനി ഒരു ഇമെയിലിൻ്റെ സ്ട്രക്ചറിലേക്ക് വരാം, അല്ലെങ്കിൽ ഇമെയിൽ ID-യുടെ സ്ട്രക്ചർ വരാം. ഇമെയിൽ ID-യുടെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. യൂസർ നെയിം @domain name.com. ഇതൊരു കൊമേഴ്ഷ്യൽ സൈറ്റ് ആയതുകൊണ്ടാണ് .com വരുന്നത്. ഇതാണ് ഒരു നോർമൽ ഇമെയിൽ ID-യുടെ അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ വരിക. ഇമെയിൽ ID-യുടെ സ്ട്രക്ചർ വരുന്നത് ഇതാണ്. യൂസർ നെയിം @domain name.com. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ആ ഡൊമെയിൻ നെയിം ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ആ യൂസർ ആരാണോ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പേരാണ് യൂസർ നെയിം എന്ന് പറയുന്നത്. @ എന്ന് പറഞ്ഞാൽ അവിടെ ഇമെയിൽ അഡ്രസ്സിൽ ഉപയോഗിക്കുന്ന സിമ്പിളാണ് @ സിമ്പിൾ. അതിനുശേഷം വരുന്നത് ഡൊമെയിൻ നെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ പറയുന്നതാണ്, തന്നിരിക്കുന്നതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിനകത്ത് ഡൊമെയിൻ നെയിം ഏതാണെന്നാണ്. നമുക്കറിയാം gmail.com ഗൂഗിളിൻ്റെ ഇമെയിൽ സർവീസാണ് ജിമെയിൽ എന്ന് പറയുന്നത്. അത് ഉള്ളതാണ്.
yahoo.com കറക്റ്റാണ്, outlook.com കറക്റ്റാണ്. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കുക. 1, 3 ഓപ്ഷൻ തെറ്റാണോ? ഇത് 1 ആണേ. 1, 2 ആൻഡ് 3 തന്നിരിക്കുന്ന 3 വാലിഡ് ആയിട്ടുള്ള ഡൊമൈൻ നെയിമാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓൾ ആണേ, എല്ലാം ശരിയാണ്. അതായത് 1ഉം 2ഉം 3ഉം അത് ശരിയായിരിക്കും. ജിമെയിൽ വാലിഡ് ആയിട്ടുള്ളതാണ്, യാഹു വാലിഡ് ആയിട്ടുള്ളതാണ്, ഔട്ട്ലുക്കും വാലിഡ് ആണ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇത് ഒന്ന് തിരുത്തി വെക്കണം. ഒന്നിൽ ഓൾ എന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ 1, 2 ആൻഡ് 3 ആക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MS എക്സലുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, ഇൻ MS Excel 2010 വി ക്യാൻ സേവ് എ ഫയൽ യൂസിങ് F3 ഉപയോഗിച്ചിട്ടാണ് ഒരു ഫയൽ സേവ് ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇൻ MS Excel ദ ഹോം ടാബ് ഇൻ ദ റിബൺ ബാർ കണ്ടെയ്ൻസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കമാൻഡ്സ് സച്ച് as കോപ്പിംഗ് ആൻഡ് പേസ്റ്റിംഗ്, സോർട്ടിംഗ് ആൻഡ് ഫിൽറ്ററിംഗ് എക്സെട്ര. ഓക്കെ, ഓപ്ഷൻ 3, in MS Excel Ctrl+F is used to find text within the sheet. അത് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് Alt+Enter shortkey is used in MS Excel to start a new line or to increase the space between lines or paragraph of a text in the worksheet cell. തന്നിരിക്കുന്നതിനകത്ത് ഏത് ഒരെണ്ണം ഇൻകറക്റ്റ് ആണ്, അത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. Ctrl+F യൂസ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാനായിരിക്കും. അതുപോലെ ടാബ് കീ ഹോമിനകത്ത് ഉണ്ടാകുന്നത് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കട്ട്, കോപ്പി, പേസ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് ഹോമിനകത്തുള്ളത്. അതുപോലെ Alt+Enter യൂസ് ചെയ്യുന്നത് അതിൻ്റെ പാരഗ്രാഫിൻ്റെ തമ്മിലുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്യാനായിരിക്കും. നമ്മൾ സാധാരണ ഒരു ഫയൽ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് Ctrl+S എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുക. ഈ ഒരു ഷോർട്ട് കീ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ഫയലിനെ നമ്മൾ സേവ് ചെയ്യുക. F3 യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ, അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് ഫ്രം ലോവർ ടു ഹയർ യൂണിറ്റ് ഓഫ് മെമ്മറി മെഷർമെൻറ്റ്. നമുക്കറിയാം മെമ്മറി മെഷർമെൻറ്റിൻ്റെ ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് ഉള്ളൊരു അറേഞ്ച്മെൻറ്റാണ് എഴുതേണ്ടത്. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ജിഗാബൈറ്റ് ഉണ്ട്, പെറ്റാബൈറ്റ് ഉണ്ട്, ടെറാബൈറ്റ് ഉണ്ട്, സെറ്റാബൈറ്റ് ഉണ്ട്, എക്സാബൈറ്റ് ഉണ്ട്. ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞേ. നമുക്കറിയാം ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഒരു മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റായിരിക്കും. ഒരു മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റ് ഉണ്ടാവും. 1024 ബൈറ്റുകൾ ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റ് ഉണ്ടാവും. അതിന് നമ്മൾ KB എന്ന് വിളിക്കും, 1 KB എന്ന് പറയും. അതുപോലെ 1024 കിലോ ബൈറ്റ് ചേരുമ്പോൾ ഒരു മെഗാബൈറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ MB എന്ന് പറയും, 1 MB എന്ന് പറയും. 1024 മെഗാബൈറ്റുകൾ ചേരുമ്പോൾ ഒരു ജിഗാബൈറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ GB എന്ന് പറയും. 1 GB എന്ന് പറഞ്ഞാൽ 1024 മെഗാബൈറ്റുകളായിരിക്കും. അതുപോലെ 1024 ജിഗാബൈറ്റുകൾ ചേരുമ്പോൾ 1 ടെറാബൈറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ
TB എന്ന് പറയും. 1 ടെറാബൈറ്റ് ഉണ്ടാവും. 1024 ടെറാബൈറ്റുകൾ ചേരുമ്പോൾ 1024 ടെറാബൈറ്റുകൾ ചേരുമ്പോൾ ഒരു എക്സാബൈറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് EB എന്ന് പറയും. സോറി, ടെറാബൈറ്റുകൾ ചേരുമ്പോൾ ഒരു പെറ്റാബൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു പെറ്റാബൈറ്റ് ഉണ്ടാവും, അതിനെ PB എന്ന് വിളിക്കും. അതുപോലെ 1024 PB ചേരുമ്പോൾ ഒരു എക്സാബൈറ്റ് ഉണ്ടാവും, അതിനെ EB എന്ന് വിളിക്കും. 1024 EB ചേരുമ്പോൾ ഒരു സെറ്റാബൈറ്റ് ഉണ്ടാവും, അതിനെ ZB എന്ന് വിളിക്കും. ഇതാണ് നമ്മളൊരു മെമ്മറി ഹൈറാർക്കിയുടെ അല്ലെങ്കിൽ മെമ്മറി മെഷർമെൻറ്റിൻ്റെ ഓർഡർ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക, 4 ബിറ്റുകൾ ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് 1 നിബിൾ എന്ന് പറയും. ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ 4 ബിറ്റ് ചേർന്നാൽ ഒരു നിബിളാവും. 8 ബിറ്റുകൾ ചേരുന്നതാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ 1024 ബൈറ്റ്സുകൾ ചേർന്നാൽ 1 കിലോബൈറ്റ് ആണ്. 1024 കിലോബൈറ്റുകൾ ചേർന്നാൽ 1 മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റുകൾ ചേർന്നാൽ 1 ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റുകൾ ചേർന്നാൽ 1 ടെറാബൈറ്റ് ആണ്. 1024 ടെറാബൈറ്റുകൾ ചേർന്നാൽ അത് 1 പെറ്റാബൈറ്റ് ആണ്. 1024 പെറ്റാബൈറ്റുകൾ ചേർന്നാൽ 1 എക്സാബൈറ്റ് ആണ്. 1024 എക്സാബൈറ്റുകൾ ചേർന്നാൽ അതിനെ വിളിക്കുന്ന പേര് 1 സെറ്റാബൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ മെമ്മറി ഹൈറാർക്കി ഓർഡർ നമുക്കറിയാം. ആദ്യം എന്താ വരിക? ആദ്യം വരുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സെറ്റാബൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എക്സാബൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പെറ്റാബൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ടെറാബൈറ്റ് വരും. അതും കഴിഞ്ഞ് ജിഗാബൈറ്റ് വരും. അത് കഴിഞ്ഞ് മെഗാബൈറ്റ് വരും. അത് കഴിഞ്ഞ് വരുന്നത് കിലോ ബൈറ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് ചോദിച്ചാൽ ബിറ്റാണ്. ബിറ്റ് കഴിയുമ്പോൾ കിലോബൈറ്റ്, കിലോബൈറ്റ് കഴിഞ്ഞാൽ മെഗാബൈറ്റ്, മെഗാബൈറ്റ് കഴിഞ്ഞ് ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്, എക്സാബൈറ്റ്, യോട്ടാബൈറ്റ്. ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. മെമ്മറി ഹൈറാർക്കിയുടെ ഹയർ യൂണിറ്റ്, ലോവർ ടു ഹയർ യൂണിറ്റ് ആണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ലോവർ യൂണിറ്റ് ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും ലോവർ യൂണിറ്റ് ഏതായിരിക്കും? ജിഗാബൈറ്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത് വരുന്നത് ആദ്യം ജിഗാബൈറ്റ് ആണ്. രണ്ടാമത് വരുന്നത് ടെറാബൈറ്റ് ആയിരിക്കും. മൂന്നാമത് വരുന്നത് പെറ്റാബൈറ്റ് ആണ്. നാലാമത് എക്സാബൈറ്റ്. അഞ്ചാമത് വരുന്നതായിരിക്കും സെറ്റാബൈറ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നാൽ എ, ആദ്യം എ വരണം. എ, സി, ബി, ഇ, ഡി. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? എ, സി, ബി, ഇ, ഡി. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. എ, സി, ബി, ഇ, ഡി. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. നിങ്ങൾ എഴുതിയെടുത്തെന്ന് കരുതുന്നു, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ദ സാമ്പിൾ ഡോക്യുമെൻറ്റ് ഈസ് ഡിസൈൻഡ് യൂസിങ് 2 column ഫോർമാറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെനു ടാബ് ഇൻ MS Word 16 കണ്ടെയ്ൻ ദിസ് ഫീച്ചർ? ഇത് 2 column വരുന്ന ഫീച്ചർ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്ന നമുക്കറിയാം, ലേ ഔട്ടാണ് ആൻസർ. ലേ ഔട്ടിനകത്താണ് ഇതുപോലെ 2 column അറേഞ്ച്മെൻ്റ് ഒക്കെ വരിക. നമുക്ക് 2 column 3 column ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യാം. അത് വരുന്നത് എവിടെ ആയിരിക്കും? ലേ ഔട്ടിനകത്തായിരിക്കും. വ്യൂ എന്ന ടാബിനകത്ത് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യൂ, അതെങ്ങനെ അതിൻ്റെ സൂമിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് വ്യൂവിനകത്ത് വരിക. ഡിസൈനോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ വരത്തുള്ളൂ. അതിനെ വീണ്ടും ഒന്ന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ഫോർമുല ഈക്വൽ ടു F6 plus H8 is typed in cell D4 and it is copied and pasted into cell J10, what will show in the formula bar? ഫോർമുല ബാറിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. ഹലോ, അല്ല ക്ലാസ് ഉണ്ടോ?
അല്ല 7 to 12 ഓക്കെ. തന്നിരിക്കുന്നത് ഇതാണ്. ഒരു സെല്ലിനകത്ത് ഈക്വൽ ടു F6 + H8 എന്നുണ്ട് എങ്കിൽ അത് കോപ്പി ചെയ്ത് D4-നകത്താണുള്ളത്, അത് കോപ്പി ചെയ്തിട്ട് എങ്ങോട്ട് മാറ്റുക? J10-ലേക്ക് മാറ്റുക. J10-ലേക്ക് മാറ്റിയാൽ ഇതിൻ്റെ ഫോർമുല എന്താകുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എങ്ങോട്ടാണോ മാറ്റുന്നത് അതിൻ്റെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തായിരിക്കും വരിക. നമ്മൾ A1 × A2-ൻ്റെ കേസ് പറഞ്ഞാണ്. അവിടെ നമ്മൾ ബിയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി B1 × B2 ആയിരിക്കും. സിയിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുമെങ്കിൽ C1 × C2 ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. അതായത് ഓരോ സെല്ല് ഷിഫ്റ്റ് ചെയ്യുമ്പം ഓരോ നമ്പർ വെച്ചിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുക. ഇവിടെ ചോദ്യം പറയുന്ന ഇതാണ്, D4-ന്ന് ഞാനത് എങ്ങോട്ടാണ് മാറ്റുന്നത്? J10-ലേക്കാണ് മാറ്റുക. ഇത് നമ്മുടെ ഒരു എക്സൽ ഷീറ്റാണ്. 1 2 3 4 5 6 7 8 9 10. എൻ്റെ ക്വസ്റ്റ്യൻ പറയുന്നതാണ്, D4-നകത്തുള്ള ഫോർമുല F6 + H8 എന്നാണ്. D4 എന്ന് പറഞ്ഞാൽ D4 വരുമ്പോൾ ഇതാണ് D4 എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഫോർമുല F6A+. ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ. അവിടെയുള്ള ഫോർമുല ഇതാണ്. D4-നകത്തുള്ള ഫോർമുല H6A+. F6A + H8 എന്നാണ് ഫോർമുല. ഞാനപ്പോൾ ഈ ഒരു ഫോർമുല ഇവിടുന്ന് കോപ്പി ചെയ്ത് എങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക? J10-ലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലേ, J10-ലേക്ക് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർമുല ബാറിൽ എന്തായിരിക്കും കാണിക്കുന്നതെന്നാണ് ചോദ്യം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും കാണിക്കുന്നതെന്നാണ് ചോദ്യം. അതായത് ഇവിടുത്തെ ഫോർമുല എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇതൊരു റിലേറ്റീവ് സെൽ റെഫറൻസ് ആണ്. സെൽ റെഫറൻസ് ആയതുകൊണ്ട് തന്നെ ഇതിന് സ്വാഭാവികമായിട്ട് എന്ത് വരാം? ചേഞ്ച് വരാം. ഓക്കെ. അപ്പോൾ ചേഞ്ച് വരുമ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എവിടുന്ന് എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് കരുതുക. ഡീഫോൾട്ടിരിക്കുന്ന സാധനത്തെ ഞാൻ എങ്ങോട്ട് മാറ്റുക? J10-ലേക്ക് മാറ്റുക. അതായത് ആ റോയുടെ നമ്പർ 4-ന്ന് എന്തായി മാറും? 10 ആയി മാറുന്നു. അതായത് 6 റോസ് ആണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. 6 റോസ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എനിക്ക് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 6 റോ മുമ്പോട്ട് പോവുക. ഓക്കെ. അതായത് 6 റോ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ 6 കോളം അതനുസരിച്ച് വാല്യൂ മുമ്പോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇവിടെ F6A + 6 ടൈം ഇവിടെയും വരും, 6 ടൈം ഇവിടെയും വരുമ്പോൾ 6 + 6 12 വരും. F കഴിഞ്ഞ് 6 എണ്ണം കൂടെ കൂട്ടി എഴുതാം. F കഴിഞ്ഞ് 6 എണ്ണം കൂട്ടുമ്പോൾ എന്ത് വരും? GHIJKL ആയിരിക്കും വരിക. ഓക്കെ. ഇവിടെ എന്ത് വരും? L12 വരും. അതുപോലെ H-ൻ്റെ കേസ് വരുമ്പോൾ H8 ആണ്, അതിൻ്റെ കൂടെയും 6 കൂട്ടുക. 8-ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 14 കിട്ടും. H-ൻ്റെ കൂടെ 6 കൂട്ടുക എന്ന് പറഞ്ഞാൽ H കഴിഞ്ഞിട്ട് 6-മത് വരുന്ന ഏതാണെന്ന് നോക്കുക. HIJKLM ആയിരിക്കും ഓപ്ഷൻ വരിക. ഓക്കെ. അപ്പോൾ വരുന്നത് എന്തായിരിക്കും ആൻസർ കിട്ടുക? L12 എന്നും N14 എന്നാണ് ആൻസർ വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് A ആയിരിക്കും. ഓപ്ഷൻ A ആണ് ആൻസർ വരിക. ഓക്കെ. മനസ്സിലായത്? അപ്പോൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, തന്നിരിക്കുന്ന റോയിൽ റോ നമ്പർ എത്രയാണ് ഷിഫ്റ്റ് ആയെന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ D4-ന്ന് എങ്ങോട്ട് മാറി? J10-ലേക്ക് മാറി. അതായത് 4-ന്ന് 10-ലേക്കാണ് ഷിഫ്റ്റ് ആയത്. അപ്പോൾ 6 ആണ് അവിടുത്തെ ഡിഫറൻസ് വരിക.
ആ 6 ഡിഫറൻസ് ഉള്ളത് റോയിലും കോളത്തിലും കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ കിട്ടും. അപ്പോൾ ആൽഫബറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 6ാമത്തെ ആൽഫബറ്റ് എടുക്കുക, അതുപോലെ റോയുടെ നമ്പറിൻ്റെ കൂടെ 6 കൂട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് സെൽ A1 ഈസ് സെലക്റ്റഡ് ആൻഡ് സെൽ D9, G5, K6 ഈസ് ക്ലിക്ക്ഡ് ബൈ പ്രസ്സിങ് കൺട്രോൾ ബട്ടൺ, ദെൻ വാട്ട് വിൽ ബി ഷോൺ ഇൻ ദ നെയിം ബോക്സ്. ആ നെയിം ബോക്സിനകത്ത് എന്താണ് ഷോ ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ ഞാൻ A1 ഓൾറെഡി സെലക്ട് ആയി വെച്ചിരിക്കുകയാണ്. A1 എന്ന സെല്ല് സെലക്ട് ആയി വെച്ചിരിക്കുകയാണ്. ആ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ D9ലും G5ലും K6ലും അത് കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് A1 എന്ന പേര് തന്നെ ആയിരിക്കും. ഓക്കെ, A1 ആണ് ഓൾറെഡി സെലക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് വരുന്നത് എന്ത് തന്നെ ആയിരിക്കും? A1 തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്ത വർഷമാണ്. നല്ലൊരു GK ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ഓഗസ്റ്റ് 15, 1995 ഓക്കെ, ഇതങ്ങ് കാണാതെ പഠിച്ചേക്കുക. ഓപ്ഷൻ എ. ഓപ്ഷൻ സി ഓഗസ്റ്റ് 15, 1995. 1995 ഓഗസ്റ്റ് 15 നമുക്ക് പ്രത്യേകം അറിയാം സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വന്നിട്ട് എത്ര വർഷമായി കാണും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. 15 ഓഗസ്റ്റ് 1995. ഇപ്പോൾ 15 ഓഗസ്റ്റ് 2026 എത്ര വർഷമായി കാണും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇൻ്റർനെറ്റ് വന്നിട്ട് 31ാമത്തെ വർഷമാകുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വന്നിട്ട് ആകെ 31ാമത്തെ വർഷമാണ് ഈ 2026 ഓഗസ്റ്റ് 15 ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഓർക്കുക, ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സ്ഥാപനം VSNL ആണ്. VSNL ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ ബ്രോഡ്ബാൻഡ് സർവീസ് ആരംഭിച്ചത് 2004 2004 ബ്രോഡ്ബാൻഡ് സർവീസ് ഇന്ത്യയിൽ ബ്രോഡ്ബാൻഡ് സർവീസ് ആരംഭിച്ചത് 2004. ഇൻ്റർനെറ്റ് വന്ന വർഷം 1995. കൃത്യം പറഞ്ഞാൽ 1995 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്നത്. അത് കൊണ്ടുവന്ന സ്ഥാപനം ചോദിച്ചാൽ VSNL ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഈക്വൽ ടു 1 × 4 1 + 4 × 2⁵3 ÷ 2. തൊട്ട് താഴെ ബി ഓപ്ഷൻ വരുന്നത് ഒരു ബൈനറി അഡിഷൻ ആണ്. 10 + 10 10 1. അടുത്തത് ഈക്വൽ ടു ലോവർ, ഇത് ക്യാപിറ്റൽ ABCD ആണ്. ABCD ക്യാപിറ്റലാണ്. അതുപോലെ നാലാമത്തെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ലെങ്ത് ലെഫ്റ്റ് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, 5 എന്നുണ്ട്. VSNLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. BSNL അല്ല, റൈറ്റ് ആൻസർ VSNL ആണ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. VSNL വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരാം.
ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ജസ്റ്റ് ലോജിക്കലി മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ലോജിക്കലി മാച്ച് ചെയ്താൽ ലോവർ ഓഫ് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ ബി സിയുടെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന ആൻസർ എന്തായിരിക്കാം? സിയുടെ ആൻസർ 4 ആണ്. സിയുടെ ആൻസർ 4 ആണ്. പിന്നെ ഇതൊരു ബൈനറി അഡിഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈനറി പാറ്റേൺ നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് വരുന്നത് 1011 എന്നാണ്. അപ്പോൾ നോർമലി ബിയുടെ ആൻസർ വരുന്നത് 3 ആയിരിക്കും. ഇനി ഇത് വെച്ചിട്ട് മാച്ചിങ് ആയിട്ടുള്ള നോക്കിയാൽ മതി. അതായത് B3യും C4ഉം വരുന്നുണ്ടോ നോക്കുക. B3യും C4ഉം വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേ നമുക്ക് പറയാം 1 ആണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ വരിക. പക്ഷേ നമുക്കത് എങ്ങനെയാണ് വന്നതെന്നുള്ളതും കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഫോർമുല ഇതാണ്: ഈക്വൽ ടു 1 + 4 × 1 + 4 × 2 റൈസ് ടു 3 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ്: 1 + 4 × 2 റൈസ് ടു 3/2. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുമ്പ് കണക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള റൂളുണ്ട്, ബോഡ് മാസ് റൂൾ എന്ന് പറയും. ബോഡ് മാസ് റൂൾ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ? ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് പരിചയമില്ലാത്തൊരു സിമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും സിമ്പിൾ? അതുകൊണ്ട് ഈ ഒരു സിമ്പിൾ നമ്മളങ്ങനെ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു സിമ്പിളാണ്. മാത്തമാറ്റിക്കൽ ഫോർമുലയ്ക്കകത്തൊന്നും കണ്ടിട്ടില്ലാത്തൊരു സിമ്പിളാണ് ആ ഒരു സിമ്പിൾ. ആ സിമ്പിൾ പറയുന്നത് റൈസ് ടു പവർ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ കൃത്യമായിട്ട് നമ്മൾ എഴുതുന്ന രീതിയിൽ എഴുതിയാൽ 1 + 4 × 2 റൈസ് ടു 3 ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും വരിക. അപ്പോൾ ആൻസർ എത്ര വരിക? 1 + 4 × ആദ്യം ചെയ്യേണ്ടത് റൈസ് ടു പവർ ആദ്യം ചെയ്യുക. റൈസ് ടു പവർ ചെയ്യുമ്പം 2/3 എന്ന് പറഞ്ഞാൽ 2നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. 2/3 എന്ന് പറഞ്ഞപ്പോൾ 2 × 2 × 2 8 വരും. 8 ഡിവൈഡ് ബൈ 2. ഇനി ഇവിടെ ആദ്യം ചെയ്യേണ്ട ആരായിരിക്കും? 1 + 4 × ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. 8/2 ചെയ്താൽ നമുക്കറിയാം 8/2 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും ആൻസർ കിട്ടുക. പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1 + 4 × 4 എന്ന് പറയുന്നത് 16 വരും. 1 + 16 = 17 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ക്ലിയർ ആയത്? ഈ ഒരു സിമ്പിൾ ഓർത്ത് വയ്ക്കുക. റൈസ് ടു പവർ കണ്ടുപിടിക്കാനാണ് അത് യൂസ് ചെയ്യുക. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് കമ്പ്യൂട്ടറിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ പ്രയോറിറ്റിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതുപോലത്തെ സിമ്പിളിനായിരിക്കണം. അതിൻ്റെ അസോസിയേറ്റീവ് പ്രയോറിറ്റി എന്ന് പറയും. അതിൻ്റെ പ്രയോറിറ്റി സിമ്പിൾ അനുസരിച്ച് ഫസ്റ്റ് പവർ കൊടുക്കേണ്ടത്, ഫസ്റ്റ് പ്രയോറിറ്റി റൈസ് ടു പവറിനായിരിക്കും. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ വരുന്ന ആദ്യം ആർക്കാണ്? റൈസ് ടു പവറിനാണ്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 17 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 17 കിട്ടും. അതായത് എയുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 10 + 10 എന്നാണ് ആൻസർ. ക്വസ്റ്റ്യൻ 10 + 10 എന്നാണ് ചോദ്യം. ഇതൊരു ബൈനറി അഡിഷനാണ് ചെയ്യുന്നത്. ബൈനറി അഡിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ അഡിഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. 0 + 0 എന്ന് പറയുന്നത് 0 + 0 0 ആയിരിക്കും. 0 + 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ 1 + 0 ആയാലും 1 തന്നെയാണേ. 0 + 1 1 ആണ്. അത് തന്നെയാണ് എന്ത് വരിക? 1 + 0 വരിക. തിരിച്ച് മറിച്ച് വിട്ടാലും കറക്റ്റ് ആയിരിക്കും. ഇനി വരുന്നത് 1 + 1 ആണ്. 1 + 1 എന്ന് പറയാൻ നമുക്കറിയാം 2 ആണ് ആൻസർ വരിക. 1 + 1 നോർമലി 2 ആണ്. പക്ഷേ ബൈനറിയിലേക്ക് വരുമ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ബൈനറി 10 എന്നാണ്. 2ൻ്റെ ബൈനറി 10 എന്നാണ്. അപ്പോൾ 1 + 1 വന്നാൽ 10 എന്ന് എഴുതുക. അതുപോലെ 1 + 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ് ആൻസർ വരിക. പക്ഷേ 3യുടെ ബൈനറി കണ്ടുപിടിക്കുമ്പം അത് 1 എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു ഇത് ടേബിളാക്കി തന്നെ പഠിച്ചു വയ്ക്കുക. 0 + 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 0 + 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 1 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 1 + 1 + 1 എന്ന് പറഞ്ഞാൽ 11 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ
നമുക്ക് വേണ്ടതിനകത്തോട്ട് വരാം. നമുക്ക് വേണ്ടത് 10 10 1 പ്ലസ് 10 എന്ന്. ഇപ്പോൾ ടേബിൾ പ്രകാരം നോക്കുമ്പോൾ അറിയാം 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 0 പ്ലസ് 1 എന്ന് പറഞ്ഞാലും 1 ആണ്. ഇനി ഇവിടെ വല്ലതും ചെയ്യാനുണ്ടോ? അപ്പോൾ 1 താത്തിറക്കാം, 0 താത്തിറക്കി, 1 താത്തിറക്കി. ആൻസർ വരുന്നത് 10 1 1 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് 10 1 എന്നായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വന്നത്. ഓക്കെ, അതിനുശേഷം ഈസിക്കൽ ടു ലോവർ ഓഫ് അപ്പർ കേസ് ABCD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോട്ട്സ് എഴുതിയിരിക്കുന്ന വാല്യൂ എന്താണോ അതിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ ABCD എന്നാണ് തന്നിരിക്കുന്നത്, അതിനെ ലോവർ കേസ് ആക്കുമ്പോൾ ABCD എന്ന് ലോവർ കേസിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അടുത്ത ഈക്വൽ ടു LEN എന്ന് പറഞ്ഞാൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് LEN. അപ്പോൾ തന്നിരിക്കുന്നതിനകത്തുള്ള ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ 5 എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് നോർമലി ഈ 5 ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുക, അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഇത് 1 2 3 4 5 6 7 എന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പേസ് വന്നിരിക്കുന്നുണ്ട്, സ്പേസും കൂടെ കൂട്ടി 8 വന്നേനെ. പക്ഷേ ഇവിടെ 5 എന്ന് കൃത്യമായിട്ട് പറയുന്നതുകൊണ്ട് ആദ്യത്തെ 5 ക്യാരക്ടേഴ്സിന് മാത്രം കൗണ്ട് ചെയ്യും. അത് കൗണ്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും കൗണ്ട് ചെയ്യുക. ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യും. നിങ്ങളതൊന്നും നോക്കണ്ട, LEN കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ കരുതിയാൽ മതി. പക്ഷേ ഇവിടെ 5 എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ മീനിങ് 5 എണ്ണം മാത്രം എടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് 5 എണ്ണം മാത്രം എടുക്കും, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡിയുടെ ആൻസർ വരുന്നത് 5 ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും. ആ ബൈനറി അഡിഷൻ മനസ്സിലായോ? ബൈനറി അഡിഷൻ മനസ്സിലായോ? അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. 0 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10 ആണ്, 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു 10 1 0 പ്ലസ് 1 എന്നൊരു നമ്പറാണ് തരുന്നതെന്ന് കരുതുക. അപ്പോൾ നോർമൽ കേസിൽ 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10 എന്നാണ് വരിക. 10 എന്ന് വന്നാൽ 0 ഇവിടെ കൊടുക്കുക, 1 ഇപ്പുറത്ത് ക്യാരി ചെയ്യുക. അപ്പോൾ വീണ്ടും 1 പ്ലസ് 1 എന്ന് വരും. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0 വരും, 1 ഇപ്പുറത്ത് ക്യാരി ചെയ്യുക. ഇനി 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, ആ അവസാനമുള്ള 1 അതുപോലെ എഴുതി. അപ്പോൾ ആൻസർ കിട്ടുന്നത് 1 1 0 0 1 എന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് നോക്കി വേണം ചെയ്യാൻ. സാധാരണ ചെയ്യുമ്പോൾ ഇപ്പോൾ 16 പ്ലസ് 14 എന്ന് പറഞ്ഞാൽ 6 4 10 കിട്ടും. 10 കിട്ടിയാൽ 0 ഇവിടെ കൊടുത്തിട്ട് ബാക്കി 1 ഇവിടെ ശിഷ്ടം എഴുതാറാണ് പതിവ്. അപ്പോൾ ഇവിടെയും ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. 1 1 പ്ലസ് 1 1 എന്ന് വന്നു കഴിഞ്ഞാൽ 1 പ്ലസ് 1 ചെയ്യുമ്പോൾ 1 0 വരും. അങ്ങനെ 1 0 വന്നാൽ 0 ഇവിടെ കൊടുക്കുക, 1 ഇപ്പുറത്ത് ക്യാരി ചെയ്യുക. ഇവിടെ വരുമ്പോൾ 3 1 വന്നു, 3 1 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 1 എന്നാണ് വരിക. അവസാനം 1 1 കൊടുക്കുക. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആ സാധനം ഒന്ന് നോക്കി വെച്ചേക്കണേ, ബൈനറി അഡിഷൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് തന്നിരിക്കുന്ന അബ്രിവേഷൻസ് ആണ്. ഫുൾ ഫോം കണ്ടുപിടിക്കുക, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ പേര് വായിച്ച് നോക്കുമ്പോൾ തന്നെ നോർമലി നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് ആൻസർ എഴുതിക്കേ. ഇപ്പോൾ ഫുൾ ഫോം നോക്കി അറിയാം. CPU എന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്, അത് കിട്ടും. PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ് വരിക. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ PCB എന്ന് പറഞ്ഞാൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്. ലോജിക്കലി ഇത് കണക്റ്റ് ആവുന്ന സാധനമാണ്, അതുകൊണ്ട് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് എന്തായിരിക്കും? CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഒന്നാമത്തെ ആൻസർ. A എന്ന് പറഞ്ഞാൽ 2. A2 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. അതുപോലെ ഒന്നുകൂടെ വെരിഫൈ ആണേ. B എന്ന് പറഞ്ഞാൽ 3 ആണോ? B 3 ആണ്. C എന്ന് പറഞ്ഞാൽ 4 ആണ്. D എന്ന് പറഞ്ഞാൽ 1 ആണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണേ. ഓക്കെ, ക്ലിയർ ആയത്? ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഇൻ MS Word, എ യൂസർ വാണ്ട് ടു കൺവേർട്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇൻറ്റു
കമ്പ്യൂട്ടർ എഡിഷൻ, അതായത് ലോവർ കേസിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് മാറ്റണം, അപ്പർ കേസിലേക്ക് മാറ്റണം. റീടൈപ്പ് ചെയ്യാതെ തന്നെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുക, ഏത് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അറിയാം. ഡയലോഗ് ബോക്സിൽ സ്മാൾ ക്യാപ്സ് എന്ന് പറയുന്ന സാധനം ഇല്ല. റിവ്യൂ ടാബിനകത്തും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഹോം ടാബിലേക്ക് കയറുക, ചേഞ്ച് കേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ച് അപ്പർ കേസ് കിട്ടും. നമ്മളപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ലോവർ കേസ് ആണെങ്കിൽ ചേഞ്ച് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ കേസ് ആവും, അപ്പർ കേസ് ആണെങ്കിൽ അതിനെ ലോവർ കേസിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Macros in MS Word are created and executed using which underlying technology or programming language? ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് MS Wordലെ മാക്രോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം മാക്രോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ടെക്നോളജി ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ VB ആയിരിക്കും. വിഷ്വൽ ബേസിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ജാവയും പൈതണും C++ഉം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളായിരിക്കും. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ് ജാവ, പൈതൺ, C++ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ മാക്രോസ്, MS വേർഡിലെ മാക്രോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് VB അല്ലെങ്കിൽ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻസിനകത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കുക. അതായത് ഇൻ MS Word, a user frequently inserts the same block of text, document properties, reusable content such as headers, footers and standard paragraphs into multiple documents. The user wants a feature that allows saving and reusing such content quickly without copying and pasting every time. Which MS Word feature should be used for this purpose? അതായത് എനിക്ക് സ്ഥിരമായിട്ടൊരു പാറ്റേണോ അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പ്രോപ്പർട്ടീസോ ഒരു ബ്ലോക്കോ ടെക്സ്റ്റോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാതെ തന്നെ എന്ത് ഫീച്ചർ യൂസ് ചെയ്യാമെന്നാണ് ചോദ്യം. നമുക്ക് അതിനകത്ത് വരുന്ന ക്വിക്ക് പാർട്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. അതിനകത്തു നിന്നാണ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് എന്താണോ പിന്നെയും വരേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ക്വിക്ക് പാർട്സിൽ പോവുക. എന്നിട്ട് ബിൽഡിംഗ് ബ്ലോക്സ് ഓർഗനൈസർ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് അവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് പിന്നീട് എത്ര തവണ വേണമെങ്കിലും എനിക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാതെ തന്നെ എനിക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ B ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ യൂസർ വാസ് വർക്കിംഗ് ഓൺ എ ലാർജ് ഡേറ്റ ഇൻ എക്സൽ. ഹി വാണ്ട് ടു സെലക്ട് ദ എൻറ്റയർ വർക്ക്ഷീറ്റ് യൂസിങ് എ ഷോർട്ട് കീ വിത്തൗട്ട് യൂസിങ് ദ മൗസ് ഉപയോഗിക്കാതെ എനിക്ക് എല്ലാ എക്സൽ ഡേറ്റയും സെലക്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം നമ്മൾ സാധാരണ Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവും അല്ലേ. പക്ഷേ എക്സലിനകത്ത് ഇതെല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ആണ് Ctrl+Shift+Space ബാർ. ഇപ്പോൾ Ctrl+Shift+Space ബാർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ Ctrl+Shift+Space ബാർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷീറ്റിനകത്തുള്ള ആ എൻ്റയർ ഡേറ്റ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങോട്ട് വരുന്ന ഫുള്ള് കോളവും എല്ലാ റോയും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If an email is present in the outbox folder, what does it technically indicate? നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഔട്ട്ബോക്സിലേക്ക് പോകും. ഔട്ട്ബോക്സിൽ നിന്നാണ് നമ്മൾ അയക്കുന്ന ID-യിലേക്ക് ആ ഒരു മെയിൽ പോവുക. അപ്പോൾ സാധാരണ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന പോലെയല്ല. മെസ്സേജ് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ സെൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെയിൽ ടൈപ്പ് ചെയ്തു, അതിൻ്റെ ടു അഡ്രസ് എല്ലാം കൊടുത്തിട്ട് ഒരു മെയിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റ് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടാണ് പോവുക, ഔട്ട് ബോക്സിലായിരിക്കും പോവുക. അവിടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കും.
ആ നടക്കുന്ന കാര്യം എന്താണെന്നല്ല, ടെക്നിക്കലി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ദ ഇമെയിൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡെലിവേർഡ് ടു ദ റെസിപ്പിയൻ്റ് ആണോ? അതായിരിക്കത്തില്ല. പിന്നെ വരുന്നത് ദ ഇമെയിൽ ഹാസ് ബീൻ സേവ്ഡ് അസ് ഡ്രാഫ്റ്റായിട്ടും സേവ് ചെയ്യല്ല. പിന്നെ വരുന്നത് എന്താ? ദ ഇമെയിൽ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് സെൻഡ് ഓർ വെയിറ്റിംഗ് ഡ്യൂ ടു നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെർവർ ഇഷ്യൂസ്. അപ്പോൾ അതാണ് നമ്മൾ സാധാരണ അയക്കുന്ന സാധനം. സെൻഡ് ബട്ടൺ ആയിരിക്കത്തില്ല വരുന്നത്. എവിടെ ആയിരിക്കും? ഔട്ട് ബോക്സ് ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുക. അവിടെ നിന്നാണ് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ റെസിപ്പിയൻ്റെ അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ദ ഇമെയിൽ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് സെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലായിരിക്കും. അതല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസിൻ്റെയോ സെർവർ ഇഷ്യൂസിൻ്റെയോ കാരണങ്ങൾ കൊണ്ട് അത് വെയിറ്റിങ്ങിലായിരിക്കും. ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വെയിറ്റിങ്ങിലായിരിക്കും. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ കിടന്ന് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ റെസിപ്പിൻ്റെ അഡ്രസ്സിലേക്ക് സെൻഡ് ആവും. ഓക്കെ, അതുമല്ല ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കറക്റ്റ് സ്റ്റെപ്പ് ടു പ്രിൻ്റ് എ ഡോക്യുമെൻറ്റ് ഇൻ MS വേർഡ് ആഫ്റ്റർ പ്രിവ്യൂവിങ് ഇറ്റ്? ഒരു MS വേർഡിൽ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഡോക്യുമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ, അതിനെ പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദ്യം. എന്തായിരിക്കും? ഇൻസേർട്ടെന്നോ വ്യൂ എന്നോ ഒന്നും നമ്മൾ എന്ത് കൊടുക്കാറില്ല? പ്രിൻ്റ് കൊടുക്കാറില്ല. പിന്നെ റിവ്യൂ ഒന്നും പ്രിൻ്റ് കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഫയലെന്ന് പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രിൻ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഫയലെന്ന് പ്രിൻ്റ് എടുക്കുക, പ്രിൻ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? പ്രിൻ്ററിന്ന് അതിൻ്റെ പ്രിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഷോർട്ട് കീസ് ആണ്. അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷനാണ് എഴുതേണ്ടത്. നമുക്കറിയാം Ctrl+A എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞാണ്. Ctrl+A എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റും സെലക്ട് ചെയ്യാനാണ് Ctrl+A ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എന്താ? സെലക്ട് ഓൾ ഐറ്റംസ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ ഐറ്റം. A എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ A4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ബാക്കി നോക്കേണ്ട കാര്യമില്ല. ആ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. എങ്കിലും നോക്കാം. Ctrl+Z എന്ന് പറഞ്ഞാൽ അൺഡു ചെയ്യുക. Ctrl+Z എന്ന് പറഞ്ഞാൽ അൺഡു ചെയ്ത കാര്യം എന്താണോ അതിനെ ഒന്ന് അൺഡു ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് Ctrl+Z എന്ന് പറയുന്നത്. പിന്നെ Ctrl+Y എന്ന് പറഞ്ഞാൽ റീഡു ചെയ്യുക, തൊട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് Ctrl+Y എന്ന് പറയുന്നത്. Ctrl+O എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുക, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് Ctrl+O. അപ്പോൾ A4 വരും, B എന്ന് പറയുന്നത് 3 ആണ്, C എന്ന് പറയുന്നത് 2 ആണ്, D എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു MS പവർ പോയിൻറ്റിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഏതാണെന്നാണ് ചോദ്യം. MS പവർ പോയിൻ്റ് ആണേ. പവർ പോയിൻറ്റിൽ ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഏതാണ്? ന്യൂ എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് Ctrl+N കുത്താൻ തോന്നും. പക്ഷേ അതല്ല ആൻസർ. ആൻസർ വരുന്നത് എന്തായിരിക്കും? Ctrl+M ആയിരിക്കും. ഓക്കെ, Ctrl+M ആണ് ഒരു MS പവർ പോയിൻറ്റിൽ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കീ കോമ്പിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ കീസ് ക്യാൻ ബി യൂസ്ഡ് ആസ് സ്റ്റാർട്ട് എ പ്രസൻറ്റേഷൻ ഫ്രം ദ ബിഗിനിങ് ഓഫ് MS പവർ പോയിൻറ്റ്? MS പവർ പോയിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഫംഗ്ഷൻ കീ ഏതാണെന്നാണ് ചോദ്യം. F5 ഉണ്ട്, F2 ഉണ്ട്, F1 ഉണ്ട്, F4 ഉണ്ട്. ആൻസർ ദ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ആൻസർ? ആൻസർ വരുന്നത് F5 ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാൻ ഒരു PPT പ്രസൻറ്റേഷൻ്റെ അല്ലെങ്കിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷണൽ കീ ആണ് F5 എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ റോൾ ഓഫ് CPU ഇൻ എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ റോൾ കമ്പ്യൂട്ടറിലെ CPU റോൾ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം, പെർഫോം കാൽക്കുലേഷൻ ആൻഡ് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ്, സ്റ്റോർസ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ്, കോർഡിനേറ്റ്സ് ആൾ ദ പെരിഫറൽ ഡിവൈസസ്, കൺട്രോൾ ദ പവർ സപ്ലൈ ടു ദ കമ്പ്യൂട്ടർ. എന്തായിരിക്കും? നമുക്കറിയാം, കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ CPU എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഡിവൈസാണ് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? CPU ജോലി. അപ്പോൾ അതിനകത്ത് തന്നെ CPU 2 പാർട്ടാണുള്ളത്.
ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ടാവും, അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റും ഉണ്ട്, ALU ഉണ്ട്, CU ഉണ്ട്. അതിനകത്ത് ALU ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻ, അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷനെയും അതുപോലെ ലോജിക്കൽ കാൽക്കുലേഷനും പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ALUവിൻ്റെ ജോലി. അപ്പോൾ ഓപ്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരിക. പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് എക്സിക്യൂട്ട്സ് ഇൻഫർമേഷൻ. ഇപ്പോൾ CPUവിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള കാൽക്കുലേഷൻസ് ചെയ്യുക, അതുപോലെ അവിടെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ PowerPoint 2013 വിച്ച് ടാബ് കണ്ടെയ്ൻസ് ദ ന്യൂസ് സ്ലൈഡ്? ന്യൂസ് സ്ലൈഡ് വരുന്ന ടാബ് ഏതാണെന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം. ഡിസൈൻ ഉണ്ട്, ഹോം ഉണ്ട്, സ്ലൈഡ് ഷോ ഉണ്ട്, വ്യൂ ഉണ്ട്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ B ആണ് ആൻസർ. ഹോം കീ എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ ന്യൂസ് സ്ലൈഡ് എടുക്കുക. ഓപ്ഷൻ B ആണ് ആൻസർ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓപ്ഷൻ സോർട്ട് നമ്പേഴ്സ് ഇൻ MS Excel ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്? അതായത് സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ സോർട്ട് Z2A എന്ന് പറഞ്ഞാൽ അത് ഡിസെൻഡിങ് ഓർഡറാണ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? വലുതെന്ന് ചെറുതിലേക്ക് വരിക. അപ്പോൾ ഇതുമല്ല. ചെറുതെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അസെൻഡിങ് ഓർഡർ ആയിരിക്കും. ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്, ചെറുതെന്ന് വലുതിലേക്കാണ് പോകുന്നത്. ഓർഡർ ഏതായിരിക്കും? അസെൻഡിങ് ഓർഡർ ആയിരിക്കും. ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ A ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വാട്ട് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ഇൻ എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിനകത്തുള്ള ടെമ്പററി സ്റ്റോറേജ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം കമ്പ്യൂട്ടറിനകത്ത് പ്രധാനമായിട്ട് വരുന്ന മെമ്മറീസ് പ്രൈമറി മെമ്മറി ഉണ്ടാവും, സെക്കൻഡറി മെമ്മറി ഉണ്ടാവും. പ്രൈമറി മെമ്മറിക്കകത്ത് റാം വരാം, റോം വരാം, ക്യാഷ് വരാം, ക്യാഷ് മെമ്മറി വരാം. സെക്കൻഡറി മെമ്മറിക്കകത്ത് വരുന്നതാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഹാർഡ് ഡിസ്കുകൾ, അതുപോലെ SSD, പെൻ ഡ്രൈവുകൾ, USB ഡ്രൈവുകൾ, CD, DVD, ബ്ലൂറേ CD, ഇതെല്ലാം എന്തായിരിക്കും? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിരിക്കും. ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസുകളാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഓപ്ഷനകത്ത് തന്നെ SSD കളയാം, ഹാർഡ് ഡിസ്കും കളയാം, അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവും കളയാം. പിന്നെ വരുന്ന രണ്ടെണ്ണമാണ് റാമും റോമും. ഓക്കെ, ഇതിനകത്ത് ഏതാണ് ടെമ്പററി മെമ്മറി എന്നാണ് നമ്മുടെ ചോദ്യം. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ടെമ്പററി മെമ്മറി ഏതാണെന്നാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ടെമ്പററി മെമ്മറി എന്ന് പറഞ്ഞാൽ റാമാണ്. ഓക്കെ, റാമും ക്യാഷും ടെമ്പററി മെമ്മറിയാണ്. ക്യാഷ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതാം ആൻസർ ഓപ്ഷൻ D, റാം ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. വിച്ച് പ്രിൻസിപ്പിൾസ് എൻഷുർസ് ഒപ്റ്റിമൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സെൽ ഡയമെൻഷൻസ് ഫോർ ഡേറ്റ പ്രസൻറ്റ് ആൻഡ് യൂസബിലിറ്റി? ഡേറ്റ പ്രസൻറ്റിനും യൂസബിലിറ്റിക്കും വേണ്ടി ഉപയോഗിക്കുന്ന സെൽ ഡയമെൻഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദ്യം. അഡ്ജസ്റ്റ് ഡയമെൻഷൻസ് അക്കോർഡിംഗ് ടു കണ്ടൻറ് റിക്വയർമെൻറ്റ്സ്, മെയിൻറ്റെയിൻ വിഷ്വൽ ഹൈറാർക്കി, എൻഷുർ റീഡബിലിറ്റി അക്രോസ് ഡിഫറെൻറ്റ് ഡിവൈസസ് ആൻഡ് പ്രിസർവ് ഡേറ്റ വിസിബിലിറ്റി വൈൽ ഒപ്റ്റിമൈസിങ് സ്പേസ് യൂട്ടിലൈസേഷൻ. ഓപ്ഷൻ ബി വരുന്നത് സെൽ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺലി അഫക്റ്റ് പ്രിൻറ്റിംഗ് നോട്ട് സ്ക്രീൻ ഡിസ്പ്ലേ, സെറ്റ് ആൾ സെൽ ടു ദ മാക്സിമം സൈസ് ഫോർ കൺസിസ്റ്റൻസി, നെവർ മോഡിഫൈ ദ ഡിഫോൾട്ട് സെൽ ഡയമെൻഷൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് കറക്റ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദ്യം. സെൽ ഡയമെൻഷനൊക്കെ മോഡിഫൈ ചെയ്യരുത്, ഡിഫോൾട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യം അനുസരിച്ച് സെല്ലിൻ്റെ ഡയമെൻഷൻ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സെറ്റ് ഓൾ സെൽസ് ടു ദ മാക്സിമം സൈസ്, അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡേറ്റ, അതായത് ഇപ്പോൾ നെയിമൊക്കെ സ്റ്റോർ ചെയ്യുന്ന നെയിമാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കണം. വലിയ പേരുകൾക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടുതലായിരിക്കണം. ചിലപ്പോൾ ഏജൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സെല്ലിന് ചെറിയ ഒരു സെല്ലിൻ്റെ വലിപ്പം മതി. ഈ ഒരു കളത്തിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ഏജൊക്കെ വരിക. അപ്പോൾ അത് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. പിന്നെ സെൽ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺലി എഫക്റ്റ് പ്രിൻറ്റിംഗ് നോട്ട് സ്ക്രീൻ ഡിസ്പ്ലേ,
സെൽ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രിൻറ്റിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. അല്ല, നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ആ അവസാനത്തെ 3 ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അഡ്ജസ്റ്റ് ഡയമെൻഷൻസ് അക്കോർഡിംഗ് ടു കണ്ടൻറ്റ് റിക്വയർമെൻറ്റ്സ്, മെയിൻറ്റെയിൻ വിഷ്വൽ ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ റീഡബിലിറ്റി, വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കുക. അതിൻ്റെ വിസിബിലിറ്റി കറക്റ്റ് ആയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? സെല്ല് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെൽ ഡയമെൻഷൻ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഏതെന്നാണ് ഓപ്ഷൻ വായിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. റെസ്റ്റിംഗ് ആയിരിക്കത്തില്ല. ഈറ്റിംഗ് അല്ല. സ്ലീപ്പിങ്ങും അല്ല. എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആൻസർ ആയിരിക്കാം. അപ്പോൾ ബാക്കിയൊന്നും അല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഏതെങ്കിലും ഒന്നേ ആൻസറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ബ്രൗസ് ചെയ്യാൻ മാത്രമല്ല യൂസ് ചെയ്യുന്ന പല യൂസിനും ഉണ്ട്. പക്ഷേ എന്തൊക്കെ അല്ല? റെസ്റ്റിംഗ് അല്ല, ഈറ്റിംഗ് അല്ല, സ്ലീപ്പിംഗ് അല്ല. അപ്പോൾ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ഷൻ അലൗസ് യൂസേഴ്സ് ടു ക്വിക്ക്ലി ആഡ് എ ന്യൂ റോ എബോവ് സെലക്റ്റഡ് റോ ഇൻ MS Excel? MS Excelനകത്ത് ഒരു പുതിയ റോ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതെന്നാണ് ചോദ്യം. ഇപ്പോൾ നെയിം ബോക്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, F1 യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഓട്ടോ സം ബട്ടൺ ഉപയോഗിച്ചിട്ടും കാര്യമില്ല. എന്തായിരിക്കും വരിക? റൈറ്റ് ക്ലിക്ക് ദ റോ നമ്പർ ആൻഡ് സെലക്ട് ഇൻസേർട്ട്. ആ റോൻ്റെ അവിടെ കൊണ്ടുപോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് റോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ റോ തൊട്ട് മുകളിൽ ഇൻസേർട്ട് ആവും. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോർമുല വിൽ കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് ദ നമ്പേഴ്സ് ഇൻ സെൽ A1 ത്രൂ A5? A1 മുതൽ A5 വരെയുള്ള സെല്ലുകളുടെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ്, അല്ലെങ്കിൽ ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആവറേജ് കണ്ടുപിടിക്കുന്നതെന്നാണ് ചോദ്യം. കാണുമ്പോൾ തന്നെ അറിയാം, ടോട്ടൽ അല്ല, സം അല്ല, മീൻ അല്ല. ആൻസർ വരുന്നത് എന്തായിരിക്കും? ഈസിക്കൽ ടു ആവറേജ് A1 കോളൻ A5 എന്നാണ്. A1 കോളൻ A5 എന്ന് പറഞ്ഞാൽ A1 മുതൽ A5 വരെയുള്ള ആ സെല്ലുകളിലുള്ള ഡേറ്റാസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. അടുത്തത്, വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ചെക്സ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ MS Word? MS Wordനകത്ത് ഗ്രാമർ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഏതാണെന്നാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ കീ ഏതാണെന്നാണ് ചോദ്യം. F5 എന്ന് പറഞ്ഞാൽ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് F5. ഓക്കെ, F7 ആണ് നമ്മുടെ ആൻസർ വരിക. സ്പെൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് F7 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും കാണുമ്പോൾ ചെറിയ സംശയം ഉണ്ടാവാം. ഇതിനകത്ത് ഏതായിരിക്കും വരിക? F7 ആയിരിക്കും ആൻസർ വരിക. അതായത് വിച്ച് അൽഗോരിതം ഡസ് ഫേസ്ബുക്ക് പ്രൈമറിലി യൂസ് ടു ഡിറ്റർമൈൻ ദ കണ്ടൻറ്റ് ഷോൺ ഇൻ ദ യൂസേഴ്സ് ഫീഡ്? യൂസേഴ്സിൻ്റെ ഫീഡിന് വരുന്ന കണ്ടൻറ്റുകൾ നമുക്കറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴേ അത് ഫേസ്ബുക്കിൻ്റെ ഫീഡായിട്ട് നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതായിരിക്കും കാണിച്ചു തരിക. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടൻറ്റുകളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, എഡ്ജ് റാങ്ക് എന്ന അൽഗോരിതമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കണ്ടൻറ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ജ് റാങ്ക് അൽഗോരിതം ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, in MS Word, which of the following situation would most reliably require adjusting the margins within the page setup group rather than simply resizing the document content? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ രേഖപ്പെടുത്തുക. Increasing the visible text area on the screen for improved readability during editing. ചോദ്യം ഇതാണ്, which of the following situation would most reliable require adjusting the margin? മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഒരു MS Wordനകത്ത് മാർജിൻ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻക്രീസിങ് ടെക്സ്റ്റ് വിസിബിൾ ടെക്സ്റ്റ് ഏരിയ ഓൺ ദ സ്ക്രീൻ ഫോർ ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി ഡ്യൂറിങ് എഡിറ്റിംഗ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി, വായിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതല്ല ആൻസർ. പിന്നെ വരുന്നത് എന്തായിരിക്കും? എൻഷുറിങ് എ കൺസിസ്റ്റൻറ്റ് വിഷ്വൽ ബോർഡർ ഫോർ ടെക്സ്റ്റ് അക്രോസ് മൾട്ടിപ്പിൾ സെക്ഷൻസ് വിത്ത് ഡിഫറൻറ്റ് ഫോണ്ട് സൈസ്. പല ഫോണ്ട് സൈസിൽ ആയിട്ട് ഒരു വിഷ്വൽ ബോർഡർ കൊടുക്കുക എന്നുള്ളതാണ്. അതും അല്ല ആൻസർ വരിക. ആൻസർ വരുന്നത് എന്തായിരിക്കും? ഒപ്റ്റിമൈസിങ് ദ ഡോക്യുമെൻറ്റ് ഫോർ ഡബിൾ സൈഡ് പ്രിൻറ്റിംഗ് വിത്ത് എ സ്പെസിഫിക് ബൈൻഡിങ് അലവൻസ് ഓൺ ദ ഇൻസൈഡ് എഡ്ജ്. അതായത് നമുക്കറിയാം, ഒരു ബുക്കൊക്കെ മേടിച്ച് വെച്ച് നമ്മളെന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ സെൻറ്ററൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നടുക്കിരിക്കുന്ന ഭാവമൊക്കെ കാണാൻ ഇച്ചിരി
ബുദ്ധിമുട്ടായിരിക്കും. അത് ആ പ്രിൻറ്റിങ്ങിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആ ഒരു പഞ്ചിങ്ങിൻ്റെ കൂടെയൊക്കെ ചേർന്നൊക്കെ വന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡബിൾ സൈഡ് പ്രിൻറ്റിങ്ങിൻ്റെ സമയത്ത് കൃത്യമായിട്ട് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വ്യൂവബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വിസിബിലിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കാം, മാർജിൻ യൂസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following file type be commonly blocked by email clients due to security concern? സെക്യൂരിറ്റി കൺസേൺ ഉള്ളതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഫയലുകളാണ് ഇമെയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെന്നാണ്. നമുക്കറിയാം .pdf എന്ന് പറഞ്ഞാൽ PDF ഡോക്യുമെൻറ്റ്, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റുകളാണ്. അത് ഇമെയിൽ വഴി നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫയലുകളാണ്. .docx എന്ന് പറഞ്ഞാൽ വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണ് .docx എന്ന് പറയുന്നത്. .jpeg എന്ന് പറഞ്ഞാൽ ഇമേജസിൻ്റെ എക്സ്റ്റൻഷനാണ് .jpeg എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാർക്ക് ചെയ്തിരിക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. അതൊക്കെ നമുക്ക് നോർമലി സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇമെയിൽ വഴി സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ .exe എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ ഫയലുകളായിരിക്കും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വൈറസുകളൊക്കെ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇമെയിൽ വഴിയായിരിക്കും, സെൻഡ് ചെയ്യുന്നത് ഇമെയിൽ വഴിയായിരിക്കും. ഈ വൈറസ് ഫയൽസിൻ്റെയൊക്കെ പൊതുവെയുള്ള എക്സ്റ്റൻഷൻ വരുന്നത് ഇതൊക്കെ എക്സിക്യൂട്ടബിൾ ഫയൽസ് ആയിട്ടായിരിക്കും വൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുക. അത് .exe ഫയലുകളായിട്ടായിരിക്കും എൻ്റർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫയലുകളെ ആ ഇമെയിൽ സ്വാഭാവികമായും ബ്ലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ .exe ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ റീസൈക്കിൾ ബിൻ ഇൻ ദ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? വിൻഡോസിനകത്ത് റീസൈക്കിൾ ബിൻ എന്തിനാണെന്നാണ്. ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഫയലുകൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ, ടെമ്പററി ആയിട്ട് ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ സ്റ്റോർ ചെയ്യുന്ന എവിടെ ആയിരിക്കും, നമ്മുടെ റീസൈക്കിൾ ബിന്നിനകത്തായിരിക്കും. അപ്പോൾ ആൻസർ യൂസ് എന്തായിരിക്കും, ടെമ്പററി ഡിലീറ്റഡ് ഫയൽ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ റീസൈക്കിൾ ബിൻ. പെർമനൻ്റ്ലി ഡിലീറ്റഡ് ഫയൽ ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ റീസൈക്കിൾ ബിൻ. ദ റീസൈക്കിൾ ബിൻ എൻക്രിപ്റ്റ് ഫയൽ ടു പ്രിവെൻറ്റ് ഡാറ്റ തെഫ്റ്റ്. അതുപോലെ ദ റീസൈക്കിൾ ബിൻ കംപ്രസസ് ഫയൽ ടു സേവ് സ്റ്റോറേജ് സ്പേസ്. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫയൽ ടെമ്പററി ആയിട്ട് ഡിലീറ്റ് ചെയ്താൽ അത് വന്ന് കിടക്കുന്ന സ്ഥലം എവിടെ ആയിരിക്കും, നമ്മുടെ റീസൈക്കിൾ ബിന്നിനകത്തായിരിക്കും. ഇതുപോലൊരു ബിന്നുണ്ടാവും, ആ റീസൈക്കിൾ ബിന്നിനകത്തായിരിക്കും വന്ന് കിടക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ്? ഓപ്ഷൻ വിൻഡോസ് ലെവലിൽ ടേൺ വിൻഡോസ് ഫീച്ചേഴ്സ് ഓൺ ഓർ ഓഫ് എന്തിനാണ് കൊടുത്തിരിക്കുന്നതാണ്. ടു ഇൻസ്റ്റാൾ ന്യൂ സോഫ്റ്റ്വെയർ അല്ല, ടു ആഡ് ഓർ റിമൂവ് വിൻഡോസ്, ടു അപ്ഡേറ്റ് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാനാണോ? അതുമല്ല. പിന്നെ വരുന്നത് എന്തായിരിക്കും, ആഡോ റിമൂവ് വിൻഡോസ് കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ആയിരിക്കും ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ അബൌട്ട് ദ റീസൈക്കിൾ ബിൻ? തൊട്ട് മുമ്പ് പറഞ്ഞാണ് റീസൈക്കിൾ ബിന്നിൽ എന്താണ് വരുന്നതെന്നാണ്. ടെമ്പററി ആയിട്ടുള്ള ഫയൽ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസുകൾ സ്റ്റോർ ചെയ്യുന്ന എവിടെ ആയിരിക്കും, ആ റീസൈക്കിൾ ബിന്നിനകത്തായിരിക്കും. ഓപ്ഷൻ നോക്കുക, ഇറ്റ് പെർമനൻ്റ്ലി ഡിലീറ്റ് ഫയൽസ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇത് ടെമ്പറലി സ്റ്റോർസ് ഡിലീറ്റഡ് ഫയൽസ്. അതുപോലെ ഓപ്ഷൻ സി ഇറ്റ് ക്യാൻ ബി എംപ്റ്റീഡ് ടു ഫ്രീ അപ്പ് ഡിസ്ക് സ്പേസ്. ഇറ്റ് ക്യാൻ ബി കോൺഫിഗർ ടു ബൈപാസ് ഡിലീഷൻ കൺഫർമേഷൻ. അതായത് ഒരു ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എവിടെ പോയി കിടക്കും, നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ കിടക്കും. അപ്പോൾ ഒരു ഫയൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എവിടെ വരത്തില്ല, റീസൈക്കിൾ ബിന്നിൽ വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇറ്റ് ക്യാൻ ബി എംപ്റ്റീഡ് ടു ഫ്രീ അപ്പ് ഡിസ്ക് സ്പേസ്. നമ്മുടെ ശരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്താൽ, പെർമനൻ്റ് ആയിട്ടാലും ടെമ്പററി ആയിട്ടാലും ഡേറ്റ സ്റ്റോർ ചെയ്താൽ അത് ഒക്കുപ്പൈ ചെയ്യുന്നൊരു സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എവിടെ വന്ന് വരും, നമ്മുടെ റീസൈക്കിൾ ബിന്നിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടും എനിക്ക് മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ റീസൈക്കിൾ ബിൻ എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡിസ്കിലും അതനുസരിച്ച് എനിക്ക് ആ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ശരിയാണ്. അവസാനത്തെ ഓപ്ഷൻ വരുന്നത് ഇറ്റ് ക്യാൻ ബി കോൺഫിഗർ ടു ബൈപാസ് ഡിലീഷൻ കൺഫർമേഷൻ. ഞാൻ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇനി അതെനിക്ക് കൺഫേം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നീട് അബദ്ധം പറ്റി ഡിലീറ്റ് ചെയ്താണെങ്കിൽ പോലും അത് എവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ബിന്നിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതും ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ബി, സി ആൻഡ് ഡി. കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ബിയും സിയും ഡിയും കറക്റ്റാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻ്റർ പോർട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് നെറ്റ്വർക്ക് പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം USB പോർട്ട് വഴി പ്രിൻ്റർ കണക്ട് ചെയ്യാം,
സീരിയൽ പോർട്ട് വഴി പ്രിൻ്റർ കണക്ട് ചെയ്യാം. അതുപോലെ ഈ പോർട്ട് യൂസ് ചെയ്യാറില്ല, ഈ TCP/IP പോർട്ട് വഴിയും പ്രിൻ്റർ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് പ്രിൻറ്റേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ട് ഏതാണെന്നാണ് ചോദ്യം. നെറ്റ്വർക്കിലാണെങ്കിൽ ഉപയോഗിക്കുന്ന പോർട്ട് TCP/IP പോർട്ടായിരിക്കും. ഓക്കെ, ഏകദേശം 40ഓളം ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്തു. ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.